ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. നമ്മുടെ ഫാമിലിയുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം അതിലേക്കുള്ള ആദ്യ സ്റ്റെപ്പാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഫാമിലി ഫൈനാൻഷ്യൽ എക്സ്പെർട്ട് ആരാണെന്നും ഫൈനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അച്ചീവ് ചെയ്യാമെന്നും അറിയാൻ ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണണം. അത് കണ്ടാലാണ് ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറേ ചോദ്യങ്ങളാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സേഫ് ആണോ, റിസ്ക് അല്ലേ? ഗോൾഡ് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഇനിയും നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമോ? മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് സ്കീംസ് ഉണ്ട്, നമ്മൾ എങ്ങനെ അത് ഒരെണ്ണം സെലക്ട് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ടാകും അല്ലേ? ഇതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഫാമിലിയിലെ ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിലൂടെ നമുക്ക് കിട്ടിയാലോ? അതിനുള്ള ഒരുക്കമാണ് ഈ വീഡിയോ. So welcome to our channel, The Money Contrarians. ഫാമിലി ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റെ ഡ്യൂട്ടീസ് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് ആണ്. രണ്ടാമത്തെ ഇൻഷുറൻസ് പ്ലാൻ ചെയ്യുക. മൂന്നാമത്തെയാണ് ഡെറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ സിബിൽ സ്കോർ. നാലാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എസ്റ്റേറ്റ് പ്ലാനിംഗ്. അഞ്ചാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫാമിലി ബഡ്ജറ്റിംഗ്. ആറാമത്തെ ഡ്യൂട്ടിയാണ് നമ്മുടെ ടാക്സ് പ്ലാനിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് എന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ പണത്തിന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യം. ഒന്നില്ലെങ്കിൽ ലിക്വിഡിറ്റി ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, നമുക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ റിട്ടേൺസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവ മൂന്നും കിട്ടുന്നതോ അല്ലെങ്കിൽ ഇതിൽ ഒരു ഒബ്ജക്റ്റീവ് ഉള്ളതോ അല്ലെങ്കിൽ ഇവ മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷനോ ആകാം. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിനും വ്യക്തമായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ പണത്തിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൻ്റെ ലക്ഷ്യം, ഈ പറഞ്ഞ രണ്ട് ലക്ഷ്യങ്ങളും തമ്മിൽ മാച്ച് ചെയ്യിക്കുക എന്നതാണ് നമ്മുടെ ഫാമിലി ഫൈനാൻഷ്യൽ എക്സ്പെർട്ടിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഫാമിലിയിൽ ഗോൾഡിൻ്റെ ആവശ്യം എന്തൊക്കെയാണ്? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണത്തിൻ്റെയും ഗോൾഡിൻ്റെയും ഒബ്ജക്റ്റീവ്സ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ലിക്വിഡിറ്റി നോക്കാം. ഗോൾഡ് വളരെ ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പണം SBI അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം വേണമെങ്കിൽ കുറച്ച് ഗോൾഡായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ ഒരു എമർജൻസി ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോഴോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴോ നമുക്ക് ഗോൾഡ് ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാം. നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം SBI അക്കൗണ്ടിലെ പണം നമുക്ക് ഉപയോഗിക്കാം, അതിനുശേഷം ഗോൾഡ് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാം. അടുത്തത് ഗോൾഡ് സേഫ് ആണോ എന്നുള്ളതാണ്. റിസ്ക് ഉണ്ടോ? ഗോൾഡിൻ്റെ ലോങ് ടൈം ആവറേജ് റിട്ടേൺ നോക്കിയാൽ ഗോൾഡ് താഴെ പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ് ആണ് ഗോൾഡ്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഗോൾഡ് ഓക്കെയാണ്. അടുത്തത് റിട്ടേൺസ് ആണ്. ഗോൾഡിൻ്റെ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉള്ളതുകൊണ്ട് ഗോൾഡ് റിട്ടേൺസ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഉപയോഗിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഗോൾഡിനെ ഒരു റിസർവായിട്ട് കാണാം. ആ ഗോൾഡ് നമുക്ക് റിസർവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അടുത്തത് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് സേഫ് ആണോ, റിസ്ക് അല്ലേ? നമുക്ക് ഗോൾഡ് അനലൈസ് ചെയ്തതുപോലെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ പണത്തിൻ്റെ ഒബ്ജക്റ്റീവും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവും നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ആദ്യം റിട്ടേൺസ് ആണ്. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ വെച്ച് കമ്പയർ ചെയ്താലും സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുകയും ചെയ്യണം. ചില സ്റ്റോക്കുകൾ 10ഉം 100ഉം 200ഉം ടൈംസൊക്കെയാണ് റിട്ടേൺസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ലോങ് ടൈമിലേക്കും കൂടുതൽ റിട്ടേൺസ് വേണ്ടതും ആയിരിക്കണം. ഇനി സേഫ്റ്റി. സ്റ്റോക്ക് മാർക്കറ്റ് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം റിസ്ക് കൂടുതലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്. റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം പിന്നെ അതിൻ്റെ റിട്ടേൺസും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇനി ലിക്വിഡിറ്റി. പെട്ടെന്ന് പണമാക്കി മാറ്റാനുള്ള സാഹചര്യം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് നടക്കണമെന്നില്ല.
അതുകൊണ്ട് ലിക്വിഡിറ്റി ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പരിഗണിക്കേണ്ടതില്ല. സ്റ്റോക്ക് മാർക്കറ്റും വളരെ വലിയൊരു മേഖലയാണ്. ഈ ചെറിയ എക്സ്പ്ലനേഷൻ കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് പിന്നീട് ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല അർത്ഥം. പലരുടെയും ധാരണ അങ്ങനെയാണ്. ഈ ധാരണ ഈ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ആർക്കും ഉണ്ടാകരുത്. നമ്മുടെ സേഫ്റ്റി, ലിക്വിഡിറ്റി, റിട്ടേൺസ് ഇവ മൂന്നും മാച്ച് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം മ്യൂച്വൽ ഫണ്ട് സ്കീംസിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു SBI അക്കൗണ്ടിന് പകരം, കറണ്ട് അക്കൗണ്ടിന് പകരം ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ചെയ്യാൻ പറ്റുന്ന എല്ലാ തരം സ്കീംസും മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്. റിട്ടേൺസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇക്വിറ്റി സ്കീംസാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതലും റിട്ടേൺസിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ സേഫ്റ്റി, ഇക്വിറ്റി സ്കീംസിൽ ഈ ആർബിട്രേജ് ഫണ്ടുകളും ഡെറ്റ് സ്കീമിൽ ഓവർനൈറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ടുകളുമാണ് ഏറ്റവും സേഫായിട്ട് SBI അക്കൗണ്ടിന് പകരവും കറണ്ട് അക്കൗണ്ടിന് പകരവും അല്ലെങ്കിൽ നമുക്ക് വരുന്ന സർപ്ലസ് മണി പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഫണ്ടുകൾ. അടുത്ത് ലിക്വിഡിറ്റിക്ക് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡെറ്റ് കാറ്റഗറിയിലുള്ള ഓവർനൈറ്റ് ഫണ്ടും ലിക്വിഡ് ഫണ്ടും അതുപോലെ ലിക്വിഡ് പ്ലസ് ഫണ്ടും ഇവയൊക്കെയാണ്. ഇക്വിറ്റി സ്കീംസിൽ ആർബിട്രേജ് ഫണ്ടാണ് നമുക്ക് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ട്. മ്യൂച്വൽ ഫണ്ട്സും വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയാണ്. ഒരുപാട് സ്കീംസ് അതിലുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്കീം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിൻ്റെ ഫാക്ട് ഷീറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ റിസ്കോമീറ്റർ എന്ന് പറയുന്നൊരു ടൂൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു സ്കീമിൻ്റെ റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ റിസ്കോമീറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അവരുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടിലും ഒരുപാട് തരം സ്കീംസ് ഉണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് മുഴുവനായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റണമെന്നില്ല. അതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടും ഞങ്ങൾ ഇതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളുടെ സർപ്ലസ് മണിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് നമ്മുടെ ഫാമിലി ഫൈനാൻഷ്യൽ എക്സ്പെർട്ട് ഇനി മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻറ്റോ ഇൻഷുറൻസ് ഏജൻറ്റോ ആരെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓൺലൈനായിട്ട് സെലക്ട് ചെയ്യുമ്പോഴോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കണം. കാരണം ഈ അപ്രോച്ചാണ് ഏറ്റവും ശരിയായിട്ടുള്ള അപ്രോച്ച്. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ് ചെയ്യുന്ന രീതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തണം. ഇനി മുതൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ഷനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നറെ പോലെ ആയിരിക്കണം. ബിക്കോസ് വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.